സർഫസ് ഏരിയാസ് ആൻഡ് വോളിയം എന്ന ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കുക. A wall 10 meter long, 1.6 meter height and 34 centimeter thick is to be constructed using bricks of dimension 25 centimeter, 16 centimeter and 17 centimeter. How many bricks will be required? ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബ്രിക്സ് ആണ് കാണേണ്ടത്. ഒരു വോളാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ആ വോളിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ബ്രിക്ക് കൊണ്ടാണ് ആ വോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബ്രിക്കിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്രിക്ക് വേണം ആ വോൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് നമ്പർ ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ വോളിന്റെ വോളിയം ഓഫ് വോൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് വൺ ബ്രിക്ക്. വോളിയം ഓഫ് വൺ ബ്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ബ്രിക്ക് ആവശ്യമുണ്ട്? വോളാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് കൂടുതൽ സ്പേസ്. അപ്പോൾ അതിന്റെ വോളിയം ഡിവൈഡ് ബൈ ഒരു ബ്രിക്കിന്റെ വോളിയം എത്രയാണോ, വോളിയം ഓഫ് വൺ ബ്രിക്ക്, ഒരു ബ്രിക്കിൻ്റെയാണ് നമുക്ക് ഡയമെൻഷൻ തന്നിട്ടുള്ളത്. അങ്ങനത്തെ എത്ര ബ്രിക്ക് വേണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലെങ്ത് 10 മീറ്റർ ആണ്. 10 മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 × 100 എന്ന് പറയുമ്പോൾ 1000 സെന്റിമീറ്റർ ആയി അവിടെ. പിന്നെ 1.6 മീറ്റർ ആണ് എന്ത് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് 1.6 മീറ്റർ എന്ന് പറഞ്ഞാൽ 1.6 × 100 എന്ന് പറയുമ്പോൾ 160 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി തിക്നെസ് തന്നിട്ടുണ്ട്. തിക്നെസ് തന്നെയാണ് അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 34 സെന്റിമീറ്റർ. ഇവിടെ എല്ലാം സെയിം യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റിയത്. ഇതെല്ലാം സെന്റിമീറ്ററിലാണുള്ളത്. ഇത് രണ്ടും മാത്രമേ നമുക്ക് മീറ്ററിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തരുമ്പോൾ സെയിം യൂണിറ്റിലാണോ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ LBH തന്നത് കൊണ്ട് L × B × H ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? L 1000 ഇൻറ്റു H എന്ന് പറയുന്നത് 160 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 34 ആണ്. ഡിവൈഡ് ബൈ ഇവിടെ അതേപോലെ ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുണ്ട് 25 ഇൻറ്റു 16 ഇൻറ്റു 17 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. 17 ഇൻറ്റു 2 34 ആയി. 160 ഇൻറ്റു 60 എന്ന് പറയുന്നത് 10 ടൈം ആയി. ഇനി ഈ 10നെ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 ആയി. ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 ആയി. ഇനി ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 200 വന്നു. 200 ഇൻറ്റു 4 അപ്പോൾ 800 ബ്രിക്കാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് മെയ്ഡ് വിത്ത് ക്ലേ ഹൂസ് ഡയമീറ്റർ, അതായത് സിലിണ്ടറിന്റെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് മെയ്ഡ് വിത്ത് ക്ലേ ഹൂസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 48 സെന്റിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റീന വാണ്ട്സ് ടു മേക്ക് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഓഫ് ഡയമീറ്റർ. സ്ഫിയേഴ്സ് ആണ്, സ്ഫിയേഴ്സ് ഓഫ് ഡയമീറ്റർ. സ്ഫിയറിന്റെ ഡയമീറ്റർ അവിടെ തന്നിട്ടുണ്ട്. സ്ഫിയറിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ഹൗ മെനി സോളിഡ് സ്ഫിയേഴ്സ് ക്യാൻ ബി മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്? അതായത് ആ ഒരു സർക്കുലർ സിലിണ്ടറിൽ നിന്ന് നമ്മൾ സ്ഫിയർ ആണ് ഉണ്ടാക്കുന്ന, എത്ര സ്ഫിയർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഇതിലും എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ. ഇവിടെ സിലിണ്ടർ ആണ് വാളിന്റെ പ്ലേസിലുള്ളത്. വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഒരു സ്ഫിയറിന്റെ വോളിയം ഓഫ് സ്ഫിയർ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് നമ്പർ നമുക്ക് കാണാനുള്ളത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഒരു ക്ലേനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ ഡയമീറ്റർ 4 സെന്റിമീറ്റർ, അതിന്റെ ഹൈറ്റ് 48 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. റീമ വാണ്ട്സ് ടു മേക്ക് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഓഫ് ഡയമീറ്റർ 4 സെന്റിമീറ്റർ. ഹൗ മെനി സോളിഡ് സ്ഫിയേഴ്സ് ഉണ്ടാക്കണം? അപ്പോൾ എത്ര ആ ഒരു അളവിലുള്ള ക്ലേ കൊണ്ട് നമുക്ക് എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വോളിയാണ് നമുക്ക് വോളിയം ഓഫ് സിലിണ്ടറിന്റെ വോളിയം എത്രയാണെന്നുള്ളത് അറിയണം. അത് ഡിവൈഡ് ബൈ ഒരു സ്ഫിയറിന്റെ വോളിയം അറിയുകയാണെങ്കിൽ നമുക്ക് എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? πr²h ആണ്. πr²h. ഇവിടെ നമുക്ക് രണ്ടിന്റെയും ഡയമീറ്റർ സെയിം തന്നെയാണ്. ഡയമീറ്റർ 4 സെന്റിമീറ്റർ, ഇതിന്റെയും 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4/3 സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ക്യാൻസൽ ആയി പോകും.
പൈ ക്യാൻസലായി. അതുപോലെ റേഡിയസ് ഇവിടെ സെയിം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ സിലിണ്ടറിന്റെ റേഡിയസ് ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 4/2 ആണ് വരിക. അതുപോലെ സ്ഫിയറിന്റെയും റേഡിയസ് 2 ആണ് വരുന്നത്. വേറെ ഏതെങ്കിലും ഡയമീറ്റർ തന്നെയാണെങ്കിൽ ഇവിടെ മാറും. ഇവിടെ ഇപ്പോൾ രണ്ടിനും സെയിം ആയതുകൊണ്ടാണ് നമുക്ക് ക്യാൻസൽ ആയി പോകുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് 2 ഹൈറ്റ് എത്രയാണ് 48 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ പൈ ക്യാൻസൽ ആയി പോകും. അപ്പോൾ പൈൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 4/3 ആർ ക്യൂബ്. ആർ എത്രയാണ്? ഇതിൻ്റെ റേഡിയസ് 2 തന്നെയാണ്. അപ്പോൾ 2 ആർ ക്യൂബ് ആണ്. 2 ഇതിൽ നമുക്ക് ഈ 3 മുകളിലേക്ക് പോകും. ഇവിടെ 2 ഈ രണ്ട് 2 ക്യാൻസൽ ആയി പോയി. ഇവിടെ ഇതിനെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 2 24 എന്ന് വന്നു. ഇവിടെ ഒരു 4 ഉണ്ട്. ഈ 3 മുകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 24 ഡിവൈഡ് ബൈ, അതായത് 24 ഇൻറ്റു ഈ 3 ആണ് മുകളിലേക്ക് പോകുന്നത്, ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇത് ക്യാൻസൽ ആയിട്ട് 6 4 24. അപ്പോൾ 18 എത്ര സ്ഫിയേഴ്സ് കൺസ്ട്രക്ട് അതായത് മെയ്ഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 18 എണ്ണമാണ് നമുക്ക് മെയ്ഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യാൻ. നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ആണ് ഇവിടെ കാണേണ്ടത്. അപ്പോൾ സിലിണ്ടർ ആണ് ഉള്ളത്. സിലിണ്ടർ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെ മാറ്റിയിട്ട് സ്ഫിയേഴ്സ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയമീറ്ററിലുള്ള എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ. രണ്ടിൻ്റെയും ഫോർമുല പഠിച്ചു വെക്കുക. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് πr²h ആണ്. സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. ആ 3 ആണ് ന്യൂമറേറ്ററിലേക്ക് പോകുന്നത്. പൈ രണ്ടിലും ക്യാൻസൽ ആയി പോകും. ഇവിടെ റേഡിയസ് സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ആവുന്നു. ചില സമയത്ത് നിങ്ങൾക്ക് റേഡിയസ് വ്യത്യാസമായിട്ട് തരും. അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ കർവ് സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് സിലിണ്ടർ ഈസ് 462 സെന്റിമീറ്റർ സ്ക്വയർ. If the ratio between its curved surface area and total surface area is 3:5, find the volume of the cylinder. നമുക്ക് വോളിയം ഓഫ് ദ സിലിണ്ടർ ആണ് കാണേണ്ടത്. വോളിയം ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? πr²h ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഹൈറ്റും അറിയില്ല, അതുപോലെ റേഡിയസ് എന്താണെന്നുള്ളതും അറിയില്ല. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വോളിയം കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി അവർ എന്ത് തന്നിട്ടുണ്ട്? കർവ് സർഫസ് ഏരിയ CSA ഓഫ് സിലിണ്ടർ. CSA എത്രയാണ് തന്നിട്ടുള്ളത്? 462 സെന്റിമീറ്റർ സ്ക്വയറിന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് നമുക്ക് റേഷ്യോ ബിറ്റ്വീൻ CSA ആൻഡ് TSA. അപ്പോൾ CSA എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിന്റെ CSA എന്ന് പറയുന്നത് 2πrh ആണ്. TSA എന്ന് പറയുന്നത് നമുക്കറിയാം 2πr ഇൻറ്റു h+r ആണ്. TSA ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2πr ഇൻറ്റു h+r ആണ്. 2πr ഇൻറ്റു h+r. അപ്പോൾ ഇതിന്റെ റേഷ്യോ ആണ് നമുക്ക് 3:5 എന്ന് തന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2πrh ഡിവൈഡ് ബൈ 2πr ഇൻറ്റു h+r ഈക്വൽ ടു 3:5 എന്ന് പറയുമ്പോൾ 3/5. ഇതിൽ നമുക്ക് 2πr ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ h/h+r ഈക്വൽ ടു 3/5. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5h is equal to 3 into h+r. അപ്പോൾ ഇവിടെ നമുക്ക് 5h is equal to 3h plus 3r എന്ന് വന്നു. ഇനി ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ 5h minus 3h is equal to 3r. 2h is equal to 3r എന്ന് കിട്ടി. 2h 3r എന്ന് കിട്ടിയതിന് ശേഷം നമുക്ക് CSA തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ആറും അറിയില്ല, എച്ചും അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ രണ്ടിന്റെ റേഷ്യോയിൽ നിന്ന് നമുക്ക് എന്താ കിട്ടിയത്? 2h is equal to 3r എന്ന് കിട്ടി. ഇനി CSA ഓഫ് സിലിണ്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് 2πrh എന്ന് പറയുന്നത് 462 എന്ന് നമുക്ക് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2r എന്നുള്ള പ്ലേസിൽ നമ്മൾ 2h എന്നുള്ള പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 3r എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അവിടെ h is equal to 3/2r എന്ന് വിചാരിക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ചിന്റെ പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 3/2r എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് തന്നിട്ടുള്ളത് CSA ആണ്. CSA ഇതിപ്പോൾ റേഡിയസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? വോളിയം ഓഫ് ദ സിലിണ്ടർ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 2πrh is equal to 462. ഇതിൽ 2π ഇൻറ്റു r ഇൻറ്റു h എന്നുള്ളത് എന്തായിട്ട് കൊടുത്തു? നമ്മൾ 3/2r എന്ന് കൊടുത്തു.
3/2 r. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 462. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? r എന്താണെന്നുള്ളത് കിട്ടും. അതിനുശേഷം r കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ പൈ ഇൻറ്റു 3r² ഈക്വൽ ടു 462 ആണ് ഉള്ളത്. നമുക്ക് എന്താണ് കാണേണ്ടത്? r² ഈക്വൽ ടു 462 ഡിവൈഡ് ബൈ 3π. പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 ആണ്. ആ 7 എന്താവും? മുകളിലേക്ക് പോകും. ഇനി നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇത് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 ആയി. ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 231 ആണ് വരുന്നത്. 231. ഇനി ഇത് 3 കൊണ്ട് ക്യാൻസൽ ആവുമോ? 7 3s are 21. അപ്പോൾ ഇത് 3 കൊണ്ട് ക്യാൻസൽ ആവും. 7 3s are 21. പിന്നെ 7. അപ്പോൾ 77. ഇവിടെ 7 ആയി. അപ്പോൾ നമുക്ക് r² എന്ന് പറയുന്നത് 49 ആണ് കിട്ടുന്നത്. അപ്പോൾ r എന്ന് പറയുന്നത് എന്തായി? r ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടി. പിന്നെ നമ്മുടെ h ഈക്വൽ ടു എന്താണ് നമുക്ക് നേരത്തെ കിട്ടിയത്? h ഈക്വൽ ടു 3/2 r ആണ്. 3/2 r ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് റേഡിയസ് അറിഞ്ഞു, h കണ്ടുപിടിക്കണം. r-ന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് h എന്താണെന്നുള്ളത് കിട്ടും. h ഈക്വൽ ടു 3/2 ഇൻറ്റു 7. അപ്പോൾ 21/2 ആണ് h വരുന്നത്. ഇനി നമുക്ക് വോളിയം കാണണം. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു πr² h. അപ്പോൾ അതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 22/7 ഇൻറ്റു r എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 7. അപ്പോൾ 7 ഇൻറ്റു h എന്ന് പറയുന്നത് ഇവിടെ 3/2 r എന്ന് പറഞ്ഞാൽ 21/2. അതായത് r-ന്റെ വാല്യൂ നമ്മൾ അതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. h 3/2 r എന്ന് നമുക്ക് കിട്ടി. r-ന്റെ വാല്യൂ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 7 ഇൻറ്റു 3 21/2. ഇനി നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11 ആയി. ഇത് 7 ഒരു 7ഉം ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. 11 ഇൻറ്റു 7 എന്ന് പറയുന്നത് 77. 77നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 7 14 1 ഇപ്പോൾ 50. 7 1 6 1617 സെന്റിമീറ്റർ ക്യൂബ്. വോളി ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പാണ്. അതായത് കേർവ് സർഫസ് ഏരിയ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് CSA തന്നിട്ടുണ്ട്. 2πRh ഈക്വൽ ടു 462 എന്ന് നമുക്ക് ഗിവൺ ആണ്. റേഷ്യോ ബിറ്റ്വീൻ കേർവ് സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ, അതായത് CSAന്റെയും TSAന്റെയും റേഷ്യോ ആണ് 3:5 തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി, CSA/TSA ഈക്വൽ ടു 3/5. എന്നിട്ട് അതിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CSA ഓഫ് സിലിണ്ടർ എന്താണ്? 2πRh ആണ്. TSA ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2πR ഇൻറ്റു h പ്ലസ് r. അവിടെ 2πR ക്യാൻസൽ ആയി പോയിട്ട് h/h പ്ലസ് r ഈക്വൽ ടു 3/5 എന്ന് കിട്ടും. അതിനെ നമ്മൾ ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് h ഈക്വൽ ടു 3/2 r ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. h ഈക്വൽ ടു 3/2 r എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വോളിയം ആണ് കാണേണ്ടത്. വോളിയം കാണണമെങ്കിൽ റേഡിയസും അറിയില്ല, ഹൈറ്റും അറിയില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിവൺ എന്താണ്? സിലിണ്ടറിന്റെ CSA തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ h-ന്റെ പ്ലേസിൽ 3/2 r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ കിട്ടി. റേഡിയസ് 7 ആണെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ r-ന്റെ പ്ലേസിൽ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 21/2. പിന്നെ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ ഓർമ്മിക്കേണ്ടത് റേഡിയസ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ റേഷ്യോ തന്നിട്ടുള്ളതെന്ന് ഓർമ്മിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കോൺ ടു എ വോളിയം ഓഫ് സിലിണ്ടർ ഓഫ് സെയിം ബേസ് റേഡിയസ് ആൻഡ് സെയിം ഹൈറ്റ്. അപ്പോൾ കോണിന്റെയും സിലിണ്ടറിന്റെയും വോളിയത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അതിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സെയിം ബേസ് റേഡിയസ് ആണ്, സെയിം ഹൈറ്റും ആണ്. അപ്പോൾ ഇവിടെ അതായത് റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഹൈറ്റ്, രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ്. അത്രയേ നമുക്ക് തന്നിട്ടുള്ളൂ. റേഷ്യോ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോൺ ഫോർമുല നല്ലോണം അറിയണം. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താണ്? 1/3 πr²h ആണ്. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത്
പൈ ആർ സ്ക്വയർ എച്ച്. ഇത് രണ്ടും നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്. ഇതിലൊരു 1/3 വരും. എത്രയേ ഉള്ളൂ. വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച്, വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ കാണുമ്പോൾ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. കാരണം റേഡിയസും ഹൈറ്റും ഈക്വൽ ആണ്. രണ്ടിന്റെയും റേഡിയസും ഹൈറ്റും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് ഈക്വൽ ആണ്, ഹൈറ്റും ഈക്വൽ ആണ്. അപ്പൊ അത് ക്യാൻസൽ ആയി. നമ്മൾ ചെയ്യുന്നത് വോളിയം റേഷ്യോ അല്ലേ കാണുന്നത്. വോളിയം ഓഫ് കോൺ ഡിവൈഡ് ബൈ വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഡിവൈഡ് ബൈ പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ഇത് രണ്ടെല്ലാം ക്യാൻസൽ ആയിട്ട് 1/3/1 ആണ്. അതായത് 1/3:1 ആണ് നമുക്ക് വരുന്നത്. വോളിയം ഓഫ് കോൺ ടു വോളിയം ഓഫ് സിലിണ്ടർ ആണ് നമുക്ക് 1/3:1 വരുന്നത്. അതായത് എങ്ങനെയാണ് വരിക? അതിന് എഴുതുമ്പോൾ 1:3. സിലിണ്ടറിന്റെ വോളിയം അല്ലെങ്കിൽ എങ്ങനെ പറയാം, വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 1/3 വോളിയം ഓഫ് സിലിണ്ടർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/3:1 ആണ് വരുന്നത്. സിലിണ്ടറിനാണ് 3. അപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും. ഇവിടെ 1, ഇവിടെ 3, അങ്ങനെ 1:3 ആണ് വരുന്നത്. നേരെ തിരിച്ചിട്ട് എഴുതുന്നതെങ്കിൽ അതേപോലെ 3 വോളിയം ഓഫ് സിലിണ്ടർ ടു വോളിയം ഓഫ് കോൺ ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 3:1 ആയിരിക്കും. നേരെ തിരിച്ചെഴുതുക. അതായത് 1/3 ഡിനോമിനേറ്ററിൽ അവർ ആ 3 മുകളിലേക്ക് പോകും. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ ടു വോളിയം ഓഫ് കോൺ ചോദിച്ചു കഴിഞ്ഞാൽ 3:1 ആയിരിക്കും. ഇവിടെ വോളിയം ഓഫ് കോൺ ടു വോളിയം ഓഫ് സിലിണ്ടർ ആകുമ്പോൾ 1:3. അത് മാറിപ്പോയത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ വോളിയം ഓഫ് എ സ്പിയർ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് സർഫസ് ഏരിയ. അതിന്റെ സർഫസ് ഏരിയക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സ്ഫിയർ എന്താണ് നമുക്കറിയാം. വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. സ്ഫിയർ ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ്. പിന്നെ എന്താണ്, അത് ഏതിനാണ് ഈക്വൽ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയക്ക് ഈക്വൽ ആണ്. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? സ്ഫിയറിന്റെ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ ഈക്വൽ ടു 4 പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം എങ്ങനെ എഴുതാം? 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു 4 പൈ ആർ സ്ക്വയർ. രണ്ടും ന്യൂമറിക്കലി ഈക്വൽ എന്ന് തന്നത് കൊണ്ട് ഇങ്ങനെ എഴുതി. ഇതിലിപ്പോൾ നമുക്ക് 4 പൈ ആർ സ്ക്വയർ രണ്ടിലും ഉള്ളത് കൊണ്ട് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 4 പൈ ആർ സ്ക്വയർ ക്യാൻസൽ ആവും. ഇവിടെ എത്ര ബാക്കിയുള്ളത്? 6/3. ഇവിടെ 1. 4 പൈ ആർ സ്ക്വയർ 4 പൈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി. ഇനി അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് റേഡിയസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ, അതായത് ആർ ക്യൂബ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അതിലും എളുപ്പം 4 പൈ ക്യാൻസൽ ആയി. 4 പൈ ക്യാൻസൽ ആയി. ഇതിൽ ആർ ക്യൂബ്, ഇവിടെ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 6 ബാക്കി ഉണ്ടാവും. ഇവിടെ 0 എന്ന് എഴുതരുത്, 1 ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു 1 × 3 എന്ന് പറയുന്നത് 3. അപ്പോൾ 3 സെന്റിമീറ്റർ. യൂണിറ്റ് ഒന്നും പറയുന്നില്ല, ന്യൂമറിക്കലി ഈക്വൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ് whose internal diameter is 2 cm at the rate of 6 m/s into a cylindrical tank whose base radius is 60 cm. Find the rising level of water in 30 minutes. അതായത് ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. എത്ര അളവിൽ 30 മിനിറ്റ്സിൽ വെള്ളം നിറയുന്നു എന്നുള്ളത്. അതായത് ഇവിടെ നമ്മളൊരു പൈപ്പ്, ഈ പൈപ്പ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ 10th ചോദിച്ചിട്ടുള്ളത്. 9th ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് എടുത്തതാണ്. വാട്ടർ ഫ്ലോസ് ത്രൂ എ പൈപ്പ്. ഈ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നു. ഈ പൈപ്പിന്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ. ഈ ഡിസ്റ്റൻസ് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് 6 m/s. അപ്പോൾ അവിടെ നമുക്ക് സ്പീഡാണ് തന്നിട്ടുള്ളത്. സ്പീഡ് എന്ന് പറയുന്നത് 6 m/s ആണ്. 6 m/s എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആവുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആവും. m/s നമ്മൾ ഈ ഡിസ്റ്റൻസ്, ഈ ഹൈറ്റിനെ നമ്മളിവിടെ 6 ആയിട്ട് എടുക്കും. h എന്ന് പറയുന്നത് അവിടെ 6 ആയിരിക്കും. ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് ആയിട്ട് എടുക്കുക അവിടെ. സിലിണ്ടർ പൈപ്പ്, ഈ പൈപ്പിലൂടെ വെള്ളം ഒഴുകുകയാണ്. അത് ഏതിലേക്കാണ്? ഇൻറ്റു എ സിലിണ്ടറിക്കൽ ടാങ്ക്. ഒരു സിലിണ്ടറിക്കൽ ടാങ്കിലേക്കാണ് അറിയുന്നത്. ഈ സിലിണ്ടറിക്കൽ ടാങ്കിലേക്ക് വെള്ളം ഇങ്ങനെ
വിടുമ്പോൾ ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ സിലിണ്ടറിക്കൽ ടാങ്കിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ റൈസിംഗ് ലെവൽ ഓഫ് വാട്ടർ ഇൻ 30 മിനിറ്റ്സ്. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഈ ഇതിലുള്ള വെള്ളത്തിന്റെ ലെവലാണ് കാണേണ്ടത്, അതായത് ഹൈറ്റ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ട് എടുക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന്റെ അളവാണ് ആ പൈപ്പിന്റെ വോളിയം. ആ പൈപ്പിന്റെ വോളിയം ഈ സിലിണ്ടറിക്കൽ ടാങ്ക് ആ ഒരു 30 മിനിറ്റിൽ ഈ പൈപ്പിലൂടെ എത്ര വെള്ളം വരുന്നുണ്ടോ അതേ അളവായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ആ നിറയുന്ന വെള്ളത്തിന്റെ വോളിയം. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുന്നത് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ പൈപ്പ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്ക്. രണ്ടും സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെയാണുള്ളത്, സിലിണ്ടറിക്കൽ ടാങ്ക്. അപ്പൊ ഇവിടെ അതാണ് നമ്മൾ ഈക്വൽ ആക്കിയിട്ട് എടുക്കുക. വോളിയം ഓഫ് സിലിണ്ടറിക്കൽ പൈപ്പ്, അതായത് ഇതിലൂടെ 30 മിനിറ്റ്സിൽ എത്ര വെള്ളം ഒഴുകുന്നുണ്ടോ അത്രയും വെള്ളമായിരിക്കും ഈ സിലിണ്ടറിക്കൽ ടാങ്കിൽ ഉണ്ടാവുക. അപ്പൊ എന്തായിരിക്കും അതിന്റെ രണ്ടിന്റെയും വോളിയം. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന വെള്ളം 30 മിനിറ്റ്സിൽ എത്ര വെള്ളം ഒഴുകുന്നോ അത് ഈക്വൽ ടു ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിട്ട് എഴുതുക. രണ്ടും πr²h ആണ്. ഇതിൽ h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടും h തന്നെ ആയതുകൊണ്ട് ഈ h നമ്മൾ എന്ത് കൊടുക്കുന്നു, ക്യാപിറ്റൽ H എന്ന് കൊടുക്കുക. ഈ ക്യാപിറ്റൽ H ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R എന്ന് കൊടുത്തു. ക്യാപിറ്റൽ R 60 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് നമുക്കിപ്പോൾ എത്രയാണ് കിട്ടുക, ഡയമീറ്റർ ആണ് 2 സെന്റിമീറ്റർ. അപ്പോൾ പൈപ്പിന്റെ റേഡിയസ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക, 2/2 എന്ന് പറയുമ്പോൾ അവിടെ 1 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഡയമീറ്റർ 2 സെന്റിമീറ്റർ, എത്ര റേറ്റ് ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 1 സെന്റിമീറ്റർ ആണുള്ളത്. 1 സെന്റിമീറ്റർ നമ്മൾ എന്താക്കുന്നു, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 1 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ റേഡിയസ് എന്ന് പറയുന്നത് 1/100 സെന്റിമീറ്റർ എന്നാണ് വരുന്നത്. അപ്പോൾ മാറിപ്പോയത് പൈപ്പിന്റെ ഡയമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോയി 1/100 മീറ്റർ ആയി. 1/100 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇനി ഇതിൽ കൂടെ വരുന്ന വെള്ളത്തിന്റെ അളവ് അറിയണം. അവിടെ മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര വെള്ളം ഒഴുകുന്നു എന്നുള്ളത് നമുക്കറിയാം. എത്രയാണ്, വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ 1 സെക്കൻഡ് ആണ് അതിന്റെ πr²h എന്ന് പറയുന്നത്. അതായത് പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് 1/100² ഇൻറ്റു h എന്ന് പറയുന്നത് 6 മീറ്റർ പെർ സെക്കൻഡിലാണുള്ളത്. അപ്പൊ അത്രയും 6 ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, ഹൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. 6 മീറ്റർ പെർ സെക്കൻഡ്. അതുകൊണ്ടാണ് ഇൻ സെക്കൻഡ് എന്ന് നമ്മൾ കൊടുത്തത്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോ അത് തന്നെയായിരിക്കും. ഇതിലൂടെ വരുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ആ പൈപ്പിന്റെ വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ 1 സെക്കൻഡ് ആണ്. ഇത്രയും നമുക്ക് എത്ര മിനിറ്റിലാണ് വേണ്ടത്, 30 മിനിറ്റിലാണ് വേണ്ടത്. 1 മിനിറ്റിലേക്ക് എത്രയാവും, ഇൻറ്റു 60 വരും. അപ്പൊ 30 മിനിറ്റിൽ ഇൻറ്റു 30 ഇൻറ്റു ഇങ്ങനെ വരും. അതായത് വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ 30 മിനിറ്റ്. 30 മിനിറ്റിൽ എത്രയായിരിക്കും, പൈ ഇൻറ്റു 1/100² ഇൻറ്റു 6 ഇൻറ്റു 30 ഇൻറ്റു 60 വരും അവിടെ. അപ്പോൾ അതായത് ഒരു സെക്കൻഡിൽ πr²h നമുക്ക് ഇത്രയും കിട്ടി. ഇനി ഒരു മിനിറ്റിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇവിടെ 30 മിനിറ്റിലാണ് വേണ്ടത്. 30 മിനിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr²h ഇൻറ്റു 30 ഇൻറ്റു 60. അപ്പൊ അത് ഏതിന് ഈക്വൽ ആണ്, വോളിയം ഓഫ് സിലിണ്ടറിക്കൽ ടാങ്കിന് ഈക്വൽ ആണ്. എന്നിട്ട് ഹൈറ്റ് കാണുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് എഴുതാം. അതായത് വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് in 30 minutes equal to volume of സിലിണ്ടറിക്കൽ ടാങ്ക് ആണ്. രണ്ടിന്റെയും വോളിയം നമുക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ആ പൈപ്പിലൂടെ
30 മിനിറ്റിലൂടെ എത്ര വെള്ളം വരുന്നോ ആ വെള്ളമായിരിക്കും നമ്മൾ ഈ സിലിണ്ടറിക്കൽ ടാങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ടാകുക. ആ വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് രണ്ടിന്റെയും വോളിയം മാത്രമേ ഈക്വൽ ആക്കാൻ എടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണ്? ഇതിൽ 30 മിനിറ്റ്സിൽ ഇതിലൂടെ എത്ര വെള്ളം വരുന്നോ ആ വെള്ളം ഇതിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞ വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ 30 മിനിറ്റ്സ്. നമുക്ക് ഇവിടെ സ്പീഡ് തന്നിട്ടുള്ളത് 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ സെക്കൻഡ് ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്, പൈ ആർ സ്ക്വയർ എച്ച്. അവിടെ ഞാൻ പറഞ്ഞു എച്ച് എന്തായിട്ട് എടുക്കുന്നത്, സ്പീഡ് 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ എച്ച് ആണ് നമ്മൾ 6 മീറ്റർ ആയിട്ട് എടുത്തിട്ടുള്ളത്. അത് മീറ്ററിലായത് കൊണ്ടാണ് നമ്മൾ റേഡിയസിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ അത് ഈക്വൽ ആയി. ഇനി നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ത്രൂ ദ പൈപ്പ് ഇൻ 30 മിനിറ്റ്സ് എന്താണ് നമുക്ക് കിട്ടിയിട്ടില്ല, പൈ ആർ സ്ക്വയർ എച്ച് ഇൻറ്റു 30 ഇൻറ്റു 60. അതായത് സെക്കൻഡിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 30 മിനിറ്റിലായതുകൊണ്ട് ഇൻറ്റു 30 എന്ന് വന്നു. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? പൈ ഇൻറ്റു 1/100 സ്ക്വയർ ഇൻറ്റു അവിടെ ആർ റേഡിയസ് എന്ന് പറയുന്നത് 6 ഇൻറ്റു 30 ഇൻറ്റു 60. അത് എന്തിന് ഈക്വൽ ആണ്? പൈ. ഇതിന്റെ ആർ എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. 60 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് 0.6 മീറ്റർ ആയി. പൈ ആർ സ്ക്വയർ അല്ലേ, അപ്പൊ 0.6 ഇൻറ്റു എച്ച്, ക്യാപിറ്റൽ എച്ച്. ആ എച്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ കാണാമെന്നുള്ളത് നോക്കാം. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പൈ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. പൈ ക്യാൻസൽ ആയപ്പോൾ നമുക്ക് എച്ച് ഇസ് ഈക്വൽ ടു, ഈ എച്ച് ആണ് കാണുന്നത്, എച്ച് ഇസ് ഈക്വൽ ടു 1/100 ഇൻറ്റു 1/100 ഇൻറ്റു 6 ഇൻറ്റു 30 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 0.6 ഇൻറ്റു 0.6 അത്രേ വരുള്ളൂ, ഈക്വൽ ടു എച്ച്. എച്ച് ആണ് നമുക്ക് കാണേണ്ടത്. എച്ച് അവിടെ വെച്ച് ആ 2.6നെ ഇപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 1/100 എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഡിനോമിനേറ്ററിൽ തന്നെ എഴുതാം. 100 ഇൻറ്റു 100 ഇൻറ്റു 0.6 ഇൻറ്റു 0.6. ഇവിടെ എത്ര വരുന്നത്? 1 ഇൻറ്റു 1 ഇൻറ്റു 6 ഇൻറ്റു 30 ഇൻറ്റു 60. അപ്പോൾ ഇതെങ്ങനെ ക്യാൻസൽ ആവും നോക്കാം. ഈ 100 ഇതിൻ്റെ രണ്ടിൻ്റെ പോയിന്റ് മാറാൻ വേണ്ടി എടുത്തു. അപ്പോൾ പോയിന്റ് മാറിയപ്പോൾ നമുക്ക് ഒരു 100 ആണ് ബാക്കിയുള്ളത്. ഇവിടെ ഇപ്പോൾ 6 6 ആയി. അതായത് 6 ഇൻറ്റു 30 ഇൻറ്റു 60 ഡിവൈഡ് ബൈ, ഇത് പോയിന്റിൽ ക്യാൻസൽ ചെയ്യാൻ അറിയെങ്കിൽ എളുപ്പമാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നത്. 6 ഇൻറ്റു 6. അപ്പോൾ 6 6 ക്യാൻസലായി, 10 ക്യാൻസലായി. അപ്പോൾ 300/100 ആണുള്ളത് 3. അപ്പോൾ 3 മീറ്റർ ആണ് ഹൈറ്റ്. നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തല്ലോ. അപ്പോൾ ഹൈറ്റ് ഓഫ്, അവിടെ ചോദ്യം നമ്മുടെ റൈസ് ഇൻ വാട്ടർ ലെവലാണ്, എത്ര ലെവൽ ഹൈറ്റ്, അതായത് ഹൈറ്റ് ആണ് കാണേണ്ടത്. അതെന്ന് പറയുന്നത് 3 മീറ്റർ എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ 10th ചോദിച്ച് കണ്ടത്, എന്നാലും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.